നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് തലസ്ഥാന നഗരം. രാവിലെ മുതൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിക്രൂരമായ കൊലപാതകങ്ങൾ നടന്നിട്ടും നാടറിയുന്നത് വൈകിട്ട് 6 മണിക്ക് ശേഷം പോലീസ് എത്തുമ്പോൾ മാത്രം. പേരുമലയിൽ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള കല്ലറ പാങ്ങോടെത്തിയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന മുത്തശ്ശി സൽമ ബീവിയെ അഫാൻ ആദ്യം കൊലപ്പെടുത്തിയത്. ഇവരെ കുളിമുറിയിൽ മരിച്ച നിലയിൽ അയൽവാസികൾ കണ്ടെത്തുകയായിരുന്നു. സ്വാഭാവിക മരണമാണെന്നാണ് നാട്ടുകാർ കരുതിയത്. എന്നാൽ അഫാന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇത് കൊലപാതകമാണെന്ന് അറിയുന്നത്. പിന്നീട് അഫാൻ കൊന്നത് പുല്ലുംപാറ SN പുരത്തുള്ള പ്രതി സഹോദരൻ ലത്തീഫ് എന്ന 69 വയസ്സുകാരൻ, ഭാര്യ ഷാഹിദ 59 എന്നിവരെയാണ്. റിട്ടയർഡ് CRPF ഉദ്യോഗസ്ഥനായ ലത്തീഫിന്റെ മൃതദേഹം കസേരയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. തലയ്ക്ക് പിന്നിൽ ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നുവെന്നാണ് സൂചന. ഗുരുതരമായി തലയ്ക്ക് പരിക്കേറ്റിരുന്നു. ഇവിടെയും കൊലപാതകം നടന്ന വിവരം നാട്ടുകാർ അറിഞ്ഞിരുന്നില്ല. ഈ കൊടും ക്രൂരതകൾക്ക് ശേഷം അഫാൻ വീട്ടിലെത്തി അനുജനെ പുറത്തു കൊണ്ടുപോയി ആഹാരം വാങ്ങിക്കൊടുത്തുവെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനുശേഷമാണ് സഹോദരനെയും തന്റെ പെൺസുഹൃത്തിനെയും അമ്മയെയും ആക്രമിച്ചത്. ഏറ്റവും ഒടുവിലാണ് പെൺസുഹൃത്ത് ഈ ഫർസാനയെ കൊന്നത് എന്നാണ് സൂചന. തൊട്ടടുത്തത് ബന്ധുക്കൾ ഉൾപ്പെടെ താമസിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും വിവരമറിഞ്ഞത് പോലീസുകാർ വൈകിട്ട് 6 മണിക്ക് ശേഷം സ്ഥലത്ത് എത്തുമ്പോൾ മാത്രമാണ്. സ്വന്തം അമ്മയെ കഴുത്തുനെരിച്ചു കൊല്ലാൻ ശ്രമിക്കുക, അത് പരാജയപ്പെട്ടപ്പോൾ ചുറ്റിക വാങ്ങിച്ചു വന്ന് തലക്കടിച്ചു കൊല്ലാൻ ശ്രമിക്കുക. ഈ പെരുമല സ്വദേശി അഫാന്റെ കൊടും ക്രൂരതകളും കൂട്ടക്കൊലപാതകവും അറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് കേരളം. അമ്മ കൊല്ലപ്പെട്ടു എന്ന് കരുതി അഫാൻ പോയത് പാങ്ങോട് ഒറ്റയ്ക്ക് താമസിക്കുന്ന 88 വയസ്സുകാരിയായ അച്ചമ്മയുടെ വീട്ടിലേക്കാണ്. കയ്യിലുള്ള ചുറ്റിക കൊണ്ട് ഇവരുടെ തലയ്ക്ക് അടിച്ചു കൊന്നു. പിന്നീട് കൂനർവേങ്ങയിലെത്തി അച്ഛന്റെ ജ്യേഷ്ഠനെയും ഭാര്യയെയും കൊലപ്പെടുത്തി. സ്വന്തം വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ കണ്ട 13 വയസ്സുകാരനായ ഇളയ സഹോദരനെയും തലയ്ക്കടിച്ചു കൊന്നു. പെൺസുഹൃത്ത് അനാഥമായി പോകുമോ എന്ന ഭയത്തിലാണ് അവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതകങ്ങൾക്ക് ശേഷം ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട് വീണ്ടും ഗേറ്റും പൂട്ടി പ്രതി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. സാറേ, ഞാൻ 6 പേരെ കൊന്നു. 23-കാരനായ അഫാന്റെ തുറന്നു പറച്ചിൽ കേട്ടാണ് പോലീസ് ഒന്ന് തല ഉയർത്തിയത്. പ്രതി പറഞ്ഞ വീടുകളിലേക്ക് പോലീസ് വണ്ടികൾ പാഞ്ഞു. ഒന്നിനു പിറകെ ഒന്നായി 5 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ആദ്യം അടിയേറ്റെങ്കിലും അവസാനം വരെ മരണത്തോട് പൊരുതി നിന്ന അമ്മ ഷമീനയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊലപാതകത്തിന് ശേഷം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച പ്രതി എലിവിഷം കഴിച്ച ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അഫാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു.